കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് പറശ്ശിനിക്കടവ് MVR സ്മാരക ആയുർവേദ മെഡിക്കൽ കോളേജിലാണ്. നമ്മൾ ഇന്ന് തേടിയെത്തിയിരിക്കുന്നത് പ്രൊഫസർ ഇ കുഞ്ഞിരാമനെയാണ്. പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറാണ്. MVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഉൾപ്പെടെ ഏതാണ്ട് 1/2 ഡസനിലേറെ സ്ഥാപനങ്ങളുടെ സംഘടനകളുടെ അമരക്കാരനാണ്. ആരോഗ്യ പ്രവർത്തകൻ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യം, നല്ല കർഷകൻ, നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ. ജീവിതത്തിലുടനീളം വ്യത്യസ്ത മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ ഇ കുഞ്ഞിരാമനെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ എത്തി നിൽക്കുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ മലയാളം അറിയുന്ന, കേരളം അറിയുന്ന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് എന്നറിയപ്പെടുന്ന MV രാഘവൻ. എളുപ്പത്തിൽ പറയുക, പണ്ട് എതിരാളികൾ ഉൾപ്പെടെ വിളിച്ചിരുന്നത് മാടായി മാടൻ എന്നാണ്. മാടൻ പക്ഷേ ഒരു പേരിന് അതിനൊരു ദൈവിക ടച്ച് ഉണ്ട്. മാടായി മാടൻ എന്ന വിളിപ്പേരുള്ള MV രാഘവൻ്റെ മകളുടെ ഭർത്താവാണ് പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ. ബന്ധുത്വം മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് ഒരു പുതിയ മാനം നൽകിയ, നമ്മുടെ പത്രപ്രവർത്തന സംസ്കാരത്തിന് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച MV നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് അറിയാത്ത മനുഷ്യരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾ, നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി അവിടെ വരാത്ത മനുഷ്യരില്ല. അതിൻ്റെയൊക്കെ നിയന്ത്രിക്കുന്ന, അതിൻ്റെയൊക്കെ തലപ്പത്തുള്ള പ്രൊഫസർ ഇ കുഞ്ഞിരാമനിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അദ്ദേഹത്തിൻ്റെ ബാല്യം, അദ്ദേഹത്തിൻ്റെ കൗമാരം, അദ്ദേഹത്തിൻ്റെ യൗവനം. ഇപ്പോഴും യൗവനം തന്നെയാണ് പ്രൊഫസർ ഇ കുഞ്ഞിരാമന്. കുഞ്ഞിരാമേട്ട, സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഈ വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ തേടിയുള്ള യാത്രയിലാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. 2024 എങ്ങനെയുണ്ട് ഇതിനോട്ടോ? നല്ല ചൂടാണ്, നല്ല ചൂടാണ്. അത് ശരിക്കും ആസ്വദിക്കുകയാണ് ചൂട് എന്ന് പറയുന്നത്. ഈ ആയുർവേദ കോളേജിൽ ഒരു തണുപ്പില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നിപ്പോ പിന്നെ MVR സ്നേക്ക് പാർക്ക് ആൻഡ് സൂവിൽ കുട്ടികൾക്കുള്ള ഒരു ഫൺ സൺ എന്നൊരു പ്രോഗ്രാം, സമ്മർ ക്യാമ്പ് ഇപ്പോൾ ജസ്റ്റ് ഉദ്ഘാടനത്തിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തിയാണ്. അത് കുട്ടിയോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലിരിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. ഒരു 5-6 ദിവസം നിങ്ങൾക്ക് പാമ്പുകളുമായിട്ടും അല്ലെങ്കിൽ വന്യജീവികളുമായിട്ടും സംസാരിക്കാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞാൻ പറഞ്ഞത്, നിങ്ങളും കുട്ടികളാകൂ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കൺവേർഷൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഈ MVR സ്നേക്ക് പാർക്ക് ആൻഡ് സൂയുടെ ഒരു ലോഗോ വെച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. അതാണ് അതെ നമ്മുടെ ടീം തയ്യാറാക്കിയിട്ടുള്ള ഒരു ലോഗോ ആണ്. ഇതെല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ അംബാസഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ്, കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ ഇപ്പം തന്നെ നല്ല അംബാസഡറായിട്ട് മാറും. കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട്. അവർ പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ഒരു കാൽവെപ്പാണ് താങ്കളുടെ സ്ഥാപനം നടത്തുന്നത്, അല്ലേ? നമുക്ക് കുഞ്ഞിരാമൻ്റെ ഒരു ബാല്യത്തിലേക്കൊന്ന് പോയാലോ? നമ്മുടെ ജീവിതം എന്ന് പറയുന്ന തുടക്കം നമ്മുടെ ബാല്യകാലമാണല്ലോ, നമ്മുടെ വീടാണല്ലോ. ജനിച്ചത് ശരിക്കും എവിടെയാണ്? ഞാനിപ്പോൾ കുട്ടിയോട് പറഞ്ഞു, ഞാൻ ജനിച്ചത് തളിപ്പറമ്പിലെ കൂവോട് എന്ന് പറയുന്ന കൂവോട്. സത്യത്തിൽ അതൊരു പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയാവുന്ന ഒരു കാർഷിക മേഖലയുള്ള ഒരു പ്രദേശത്താണ്. മാതാപിതാക്കൾ, അച്ഛൻ തീർത്തും ഒരു കൃഷിക്കാരനായിരുന്നു. ഞാൻ കുട്ടിയോട് പറയായിരുന്നു, ഞങ്ങളൊക്കെ അന്ന് പിന്നെ ഈ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ, അവധിക്കാലം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര അടി കിട്ടും എന്നുള്ള കണക്കാണ്. അടിവായി കൂട്ടലാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൂടെ കൃഷിപ്പണി എടുക്കുക, കന്നുകാലി പൂട്ടുക, പച്ചക്കറി നടുക, അതുപോലത്തെ മറ്റു കാര്യം ചെയ്യുക. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഒരു കാർഷിക പശ്ചാത്തലമുണ്ട്. അമ്മയും കൃഷിക്കാരിയായിരുന്നു. അതെ, അച്ഛൻ്റെ പേര് കുഞ്ഞാരൻ നമ്പ്യാർ, അമ്മ ലക്ഷ്മി അമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? എത്ര മക്കളെന്ന് പറയുമ്പോൾ
സത്യത്തിൽ പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നത് 2 ആൺമക്കളും 4 പെൺമക്കളുമാണ്. ഏട്ടൻ എന്ന് പറയുന്നത് അകാലത്തിൽ പിന്നെ മരണപ്പെട്ടു. അതൊരു കുഞ്ഞാരൻ. അതൊരു പിന്നെ ഷോക്ക് തന്നെയായിരുന്നു. എങ്ങനെയാ മരണം എന്ന് പറയുന്നത് ദുഃഖമുള്ള ഒരു കാര്യമാണ്. അതൊരു ആത്മഹത്യയായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ആ വേദന എന്ന് പറയുന്നത് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. 68-69 കാലഘട്ടങ്ങളിലാണ്. ഞാൻ അന്നേരം സർ സയ്യിദ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനൊരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. സിസ്റ്റേഴ്സ് പിന്നെ 4 സിസ്റ്റേഴ്സാണ്. ഞാൻ എൻ്റെ ഇടയിലാണ്. സഹോദരിമാർക്കിടയിലാണ്. സഹോദരിമാരൊക്കെ എന്തൊക്കെയാണ് അവരുടെ പേര്? എന്തൊക്കെയാണ് പേര് അവരുടെ? എന്തൊക്കെയാണ് അവരുടെ പേര്? സഹോദരി. അപ്പോൾ അവരിപ്പം കീഴറ താമസിക്കുന്നു, കണ്ണൂർ. കമല എന്ന് പറയുന്നത് കമലേച്ചിപ്പം കൂട് തന്നെയുണ്ട്, എൻ്റെ ഗ്രാമത്തിൽ തന്നെയുണ്ട്. യശോദ തലോറ, ഞാൻ ജനിച്ച അമ്മയുടെ തറവാട്ടിൻ്റെ അവിടെയാണ് യശോദയുള്ളത്. കോമളവല്ലി ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ അടുത്ത് തന്നെ കൂടിൻ്റെ താമസമുണ്ട്. ഈ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ്? പാലേരിപ്പറമ്പ് സ്കൂൾ, അതിൻ്റെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ. അതിപ്പോൾ അന്നിപ്പോൾ നടന്നു പോയി അവർ സ്കൂളിൽ പോകാന്നുള്ളത് തന്നെയല്ലേ. അന്നിപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് ഒരു ഓലക്കുട ഉണ്ടാവുക. അതെ അതെ, ആ ഓലക്കുടക്ക് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു ഞാൻ ജ്യേഷ്ഠനും കൂടി ഉണ്ടാവുക. ഓലക്കുട ചൂടി ഏത് സ്കൂളിലേക്കാണ് പോയത്? പാലേരിപ്പറമ്പ് എൽ പി സ്കൂൾ. എത്രാം ക്ലാസ് വരെ അവിടെ? അവിടെ 4ാം ക്ലാസ്. എങ്ങനെയുണ്ടായിരുന്നു ആ 4ാം ക്ലാസ് വരെയുള്ള ഈ ഓലക്കുട ചൂടിയുള്ള യാത്രയും അന്നത്തെ ഭക്ഷണ രീതിയും വീട്ടിൽ നിന്നുള്ള പഠനവും സ്കൂളിലെ പഠനവും അധ്യാപകരും ഒക്കെ എങ്ങനെയാണ് അതിനെ ഒന്ന്? ഇപ്പോഴും ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. അന്നിപ്പോൾ നമുക്കറിയാലോ, അച്ഛൻ കൃഷിക്കാരനാണ്, ഒരു സമ്പന്ന കൃഷിക്കാരെന്ന് വേണം പറയാം. അതെ അതെ, പട്ടിണി എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും നമ്മുടെ പത്തായത്തിന് നെല്ല് എന്തുണ്ടാവും, നെല്ല് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് പ്രശ്നമില്ല, പ്രാതലിനും രാവിലത്തെ ഭക്ഷണത്തിന് രാത്രി ഭക്ഷണത്തിന് പ്രശ്നമില്ല. രാവിലത്തെ സാധാരണഗതിയിലുള്ള ഭക്ഷണമാണല്ലോ, ദോശയോ അമ്മാര് എന്തെങ്കിലും കഴിച്ചിട്ടാണ്. അതെ, പിന്നെ അന്ന് ആ കുന്നു കയറിയിട്ടാണ് സ്കൂളിലേക്ക് പോവുക. ഉച്ചക്ക് സ്കൂളിലെ കഞ്ഞി നമുക്ക് കിട്ടും. അന്നും കഞ്ഞി വിളമ്പുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ പിന്നെ സ്കൂളിൻ്റെ മാനേജർ ചന്തുകുട്ടി മാഷാണ്, നമ്മുടെ അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ ആ സ്കൂളിലേക്കാണ് നമ്മൾ നടന്നു പോവുക. അതിൻ്റെ അടുത്തുള്ള ഒരു കടയുണ്ട്, കണ്ണാട്ടൻ്റെ കട. കണ്ണാട്ടൻ്റെ കടയിൽ നിന്നാണ് നമുക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്നതാണ്, ഞങ്ങൾക്ക് ജ്യേഷ്ഠന് കിട്ടുന്നതാണ് ചായയും അതുപോലെ തന്നെ പരിപ്പോടയും. നമുക്കത് സ്ഥിരമായിട്ട് അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ക്ലാസ് വിട്ടാൽ അവിടുന്ന് കണ്ണാടിൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും പരിപ്പോടയും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരിക. 4ാം ക്ലാസ് വരെയുള്ള പഠനകാലം അങ്ങനെയാണ് ഓർക്കുക. അങ്ങനെയാണ് ഈ ഓലക്കുടയുടെ ഓർമ്മയുള്ളത്. ഈ ഓലക്കുട മാറി ശീലക്കുടയിലേക്ക് എപ്പോഴാണ് വന്നിട്ടുണ്ടാകുക? ഇപ്പം തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂളിലേക്ക് അവിടെ 10ാം ക്ലാസ് വരെ. ആ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 6, 7, 8ാമത്തെ ക്ലാസ്സിന് ശേഷം അവിടെ അന്ന് പിന്നെ 7 സ്കൂളാണെങ്കിൽ പോലും അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ ആ അവസാനത്തെ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഞാൻ പഠിച്ച ആ ക്ലാസ്സായിരുന്നു. കൃഷ്ണനായർ മാഷ് പ്രസിദ്ധനായിട്ടുള്ള കഥകളി ആചാര്യൻ്റെ വീട്ടിൽ ഞാൻ ചെറുക്കൽ അദ്ദേഹം താമസിക്കുമ്പോൾ വീട്ടിൽ പോകാറുണ്ട്. അദ്ദേഹത്തെ ഈ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഞാൻ ആദരിച്ചിട്ടുണ്ട്, പണ്ട് പഠിപ്പിച്ച ആ ഓർമ്മയിൽ. അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മുടെ ഓർമ്മയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റിലവും പോറ്റിലവും ഒക്കെ ആണല്ലോ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. അപ്പോൾ താങ്കളുടെ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അന്ന് വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു രാഷ്ട്രീയമായ ഓർമ്മകൾ എന്താണ്? അതിനുശേഷമാണ് ഞാൻ സർ സയ്യിദ് കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. അപ്പോൾ 69 മുതൽ 74 വരെ അവിടെ പ്രീ ഡിഗ്രി. അതിനുശേഷം ബ്രണ്ണനിലേക്കാണ് മാറ്റം പോയത്. ബ്രണ്ണനിലേക്ക് PGക്ക് പഠിച്ചു, MA ഹിസ്റ്ററി. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അപ്പോൾ ചരിത്രമുറങ്ങുന്ന എല്ലാ വിദ്യാലയങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. മൂത്തേടത്ത് ഹൈസ്കൂൾ പ്രസിദ്ധമായിട്ടുള്ള സ്കൂള്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തുള്ള രാഷ്ട്രീയമായ ഓർമ്മകൾ പറയാം. ചെറിയൊരു സമരങ്ങൾ നടത്തിയായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ, അതിന്റെ ഭാഗമായിട്ട് നിൽക്കുക. എപ്പോഴാണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ആകർഷണമായത്? ഏത് കാലഘട്ടം? യഥാർത്ഥത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സർ സയ്യിദ് കോളേജ്.
അവിടെ ഇപ്പോൾ നമുക്കറിയാം എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന പിന്നെ കുപ്പത്തെ കെ സുധാകരൻ, പടവിൽ നിന്ന് കുപ്പത്തെ സുധാകരനാണ് യഥാർത്ഥം നമ്മൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം. ഇടതുപക്ഷം മനസ്സിലായി KSF ആയിരുന്നു അന്ന്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരും ആ സസ്യദ് കോളേജിലേക്ക് വന്നിട്ടുണ്ട്. അന്നിപ്പം പിണറായി വിജയൻ ഉൾപ്പെടെ സസ്യദ് കോളേജിൽ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. MVR ഉണ്ടല്ലോ, MVR തലമുതിർന്ന നേതാക്കളാണ്. അതുപോലെ തന്നെ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പഠിച്ചതാണ്. ഞങ്ങൾ അതെ ET അവിടെ പഠിച്ചിട്ടില്ല, കുഞ്ഞാലിക്കുട്ടിയേ ഉള്ളൂ. അതുപോലെ അന്ന് KS നേതാക്കന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന KV മുസ്തഫ, KJ തോമസ്. അന്നേരത്തെ KS വലിയ സംഘമായിരുന്നല്ലോ. അപ്പോൾ KSനെതിരായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ ഈ KSF MSF മുന്നണി ഉണ്ടാക്കിയത് സസ്യദ് കോളേജിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ അത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടാൽ ഇപ്പോഴും ഞാൻ പറയാറുണ്ടത് നമ്മൾ ഒന്നിച്ച് മത്സരിച്ച് തോറ്റതാണെന്ന് പറയാറുണ്ട്. ഈ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഡിഗ്രിയും സർ ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത അനുഭവങ്ങൾ എന്താണുള്ളത്? സത്യത്തിൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അന്ന് എൻ്റെ കൂടെ പഠിച്ചവരും അതിനുശേഷം ഞാൻ പഠിപ്പിച്ചവരും എല്ലാം കൂടിയിട്ടുള്ള പഴയ KSF SFI ഒരു കൂട്ടുണ്ടല്ലോ, അവരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാൻഡ്മാ എന്ന് പറഞ്ഞിട്ട് വളരെ സജീവമാണ്. പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം എത്രയോ 4-5 67 മുതൽ കണക്കൂട്ടാം, 24 വരെയുള്ള അത് വലിയ സംഭവമാണ്. കൂട്ടായ്മ ഇപ്പോൾ വളരെ സജീവമാണ്. പ്രക്ഷോഭങ്ങൾ സാധാരണഗതിയിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം പിന്നെ എയ്ഡഡ് സ്കൂൾ കോളേജുകളാകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമാണല്ലോ. എല്ലാ സമരങ്ങളിലും നമ്മൾ മുൻപന്തിയിലുണ്ടായിട്ടുണ്ട്. അടികൊണ്ടിട്ടുണ്ടോ പോലീസിന്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തിൽ അടികൊണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെയാണ് ബ്രണനിലേക്ക്. അവിടെയില്ല. അതെ, സീനിയറാണ്. പിണറായിയും സുധാകരനൊക്കെ അന്നേരം അവിടെ നിന്ന് വിട്ടല്ലോ. അന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്നത് AK ബാലൻ, N പ്രഭാകരൻ, പിന്നെ എഴുത്തുകാരൻ ഇപ്പോൾ ഞങ്ങൾ N പ്രഭാകരൻ ഉണ്ടായിരുന്നു. മമ്പറം ദിവാരൻ എൻ്റെ കൂട്ടത്തിൽ ഇല്ലാതിരിക്കും. അല്ല, സീനിയറാണ്. TA ഉഷാകുമാരി തൃശ്ശൂരുള്ള, പിന്നെ സലീം വക്കീല് മുനിസിപ്പൽ ചെയർമാനായിരുന്നല്ലോ. ഈ ഷർഫുദ്ദീന്റെയും സുഷമ്മയുടെയും കല്യാണം ആ കാലഘട്ടത്തിലല്ലേ നടക്കുന്നത്? അവർക്ക് നമ്മൾ സുഹൃത്തുക്കളാ. ഷർഫു എന്റെ സുഹൃത്താണ്, ചോദിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്താണ് ബ്രണ്ണൻ കോളേജ് അനുഭവങ്ങളൊക്കെ? അവിടെ ഇപ്പോൾ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ അച്ഛൻ പിന്നെ ഈ ജ്യേഷ്ഠൻ്റെ മരണത്തോട് കൂടിയിട്ട് അച്ഛൻ ഒരു വല്ലാതൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ പോകുന്നതിനോട് അച്ഛന് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇൻട്രോവേർട്ട് പോലെ സത്യത്തിൽ മാറിയെന്ന് നമ്മൾ പറയാം. പൊതുരംഗത്തേക്ക് വരാനൊരു മടി, ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറി. പക്ഷേ നന്നായി പഠിക്കും, സമരമുഖത്തുണ്ടാവും, പരിമിതികൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഈ സമരത്തുണ്ടാവും. സജീവമായിട്ട് രംഗത്തേക്ക് അന്നേരം വന്നിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബ്രണ്ണൻ കോളേജിന് ശേഷം അടുത്തത് എന്തായിരുന്നു? അവിടുന്ന് PG അവിടെ നിന്ന് പൂർത്തിയാക്കി. ഏതിലാണ്? PG ഹിസ്റ്ററിയാണ്. അത് N പ്രഭാകരൻ അവിടെ വന്ന് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. മത്സരിച്ച് കഴിഞ്ഞ് വോട്ടെണ്ണിയപ്പോൾ ഒപ്പുറം തോറ്റു. ഇപ്പോഴും എനിക്ക് ആ തോറ്റതിന് ശേഷം N പ്രഭാകരൻ്റെ കൈ പിടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തണുപ്പുണ്ടല്ലോ, ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നില്ല. അല്ല, ആ സമയത്ത് പിണറായി ആ സമയത്ത് പ്രൊഫസർ MN വിജയൻ ആ കാലഘട്ടത്തിൽ അന്നത്തെ പ്രൊഫസർമാരെ എങ്ങനെയാണ് ഓർക്കുന്നത്? CP അബൂബക്കർ മാഷ് എന്നെ പഠിപ്പിച്ച മാഷാ. ഇല്ല, മലയാളമല്ലേ? അറിയാം. അബൂബക്കർ മാഷ് അവിടെ വന്ന് ചേർന്നപ്പോ ഞാൻ അബൂബക്കർ മാഷ് വീട്ടിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് മാഷ് ഇപ്പം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട് ഞാനും മാഷും കൂടെ തയ്യാറാക്കുക. അല്ല, പ്രൊഫസർ AP അബ്ദുൽ ഖാദർ മാഷും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ ഖാദർ മാഷുണ്ട്, അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മാറിയിരുന്ന പഴയ തലമുറയിലെ നല്ല മാഷാണ്. അധ്യാപകരുടെ സൗഹൃദം സൗഹൃദ മാഷാണ്, നല്ല റോൾ മോഡൽ. അതെ, ഊപ്പറൊക്കെ ക്ലാസ്സിൽ വന്ന് ഇരുന്നുണ്ടല്ലോ, നമ്മളത് കേട്ടിരിക്കും കാര്യങ്ങൾ. സൂര്യനാരായണൻ മാഷ്, സുധാകരൻ മാഷ്,
അങ്ങനെ 2 വർഷം പോയത് അറിഞ്ഞില്ല. നന്നായിട്ട് PG അവിടെ നിന്ന് ചെയ്തു. ആ കാലഘട്ടം വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, അന്നിപ്പം പഠിച്ചിട്ടുള്ള അന്ന് ഞങ്ങൾ താമസിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലല്ലേ. താമസിച്ചത് കോളേജ് വ്യൂ എന്ന് പറയുന്ന ലോഡ്ജിലാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക്. കോളേജ് വ്യൂവിൽ അടിയന്തരാവസ്ഥ കാലഘട്ടമാണല്ലോ, അവിടെ ഈ രഹസ്യ പോലീസുകാർ വന്ന് താമസിച്ചിട്ടുണ്ട്. നമ്മളത് അറിയില്ലല്ലോ, പിന്നീടാ മനസ്സിലായത്. ആ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ചില കാർട്ടൂൺസൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്, പാർട്ടിക്കാരെന്ന് പറയും. ഈ സാംസ്കാരിക വേദിക്ക് വേണ്ടി അല്ല തളിപ്പറമ്പിലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നല്ല MVR അല്ല, അച്ഛൻ ശരിക്കും അന്നത്തെ ആദ്യത്തെ പാർട്ടി സെല്ലിൽ പണിയെടുത്ത ആളാണ്, മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. എളുപ്പമല്ല. അതെ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇത്രയും സമ്പന്നതയുടെ നടുവിലാണെങ്കിലും പ്രസ്ഥാനത്തോട് കൂറുണ്ടായിരുന്നു. ഒത്തിരി ചരിത്ര പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണാണല്ലോ നിങ്ങളുടെയൊക്കെ പ്രദേശം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അത് വീട്ടിലെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പാർട്ടി പ്രവർത്തനം, അച്ഛൻ്റെ പാർട്ടി പ്രവർത്തനം നിങ്ങൾ മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പോലീസിന്റെ കോളേജ് പഠനത്തിന് ശേഷം നെക്സ്റ്റ് എന്തായിരുന്നു? കോളേജ് പഠനത്തിന് ശേഷം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് DBA എടുത്തു, ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MAക്ക് ശേഷം. അതെന്താ അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം? ഒരു ഡിഗ്രി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അവിടെ പോയിട്ട് ചേർന്നു, അന്നേരം അത് പഠിച്ചു, ഡിഗ്രി കിട്ടി. അങ്ങനെയാണ് ഞാൻ ഞാൻ ആദ്യത്തെ ജോലി എടുത്തത് 80-ൽ ഇവിടെ മൊറാഡ കല്യാശ്ശേരി ബാങ്ക് സെക്രട്ടറി ആയിട്ടാണ്. അപ്പോൾ DBA എടുത്തപ്പോൾ MVR എന്ന് പറഞ്ഞു, നീ എന്നാ അവിടെ പോയിട്ട് ചേർന്നോന്ന്. അങ്ങനെയാണ് സെക്രട്ടറിയായിട്ട് പണിയെടുത്തത്. കുറച്ചു കാലം പണിയെടുത്തു. പിന്നീട് സർസേത് കോളേജിൽ അധ്യാപകനായിട്ട് ചേർന്നു. 80 മുതൽ 2008 വരെ പഠിച്ച അതേ വിദ്യാലയത്തിൽ. അത് വല്ലാതൊരു സിനർജിയാണ് പറഞ്ഞത്. അതുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ മുദ്രാവാക്യം എഴുതുകയും വിളിച്ചു കൊടുക്കുകയും ചെയ്ത് ഞാനാണ് മുൻപന്തിയിൽ. ഇപ്പോഴും ചില കുട്ടികൾ പറയും, പഠിപ്പിക്കുമ്പോഴും ഈ നിരവധി സമരങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുകയും എഴുതി കൊടുത്തതും അതിൻ്റെ മുമ്പ് നിലയ്ക്കുന്നത് അല്ലാതെ അനുഭവമാണ്. ഇപ്പൊ ഞങ്ങൾ പഠിപ്പിച്ച ശേഷം പിരിഞ്ഞിട്ടുള്ള 10-100ഓളം അധ്യാപകരുണ്ട്. അതിന്റെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അതെ, 2008 വരെ. 2008 വരെ. അപ്പൊ ഏതാണ്ട് 28 വർഷം അവിടെ അധ്യാപകനായിട്ടുണ്ട്. ആ ശിഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ? നല്ല ബന്ധം കേട്ടോ. എവിടെ പോയാലും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന നിരവധി വിദ്യാർത്ഥികൾ. ആ കാലഘട്ടത്തിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ? കോളേജ് അധ്യാപന കാലഘട്ടം. സന്തോഷം എന്ന് പറയുമ്പോൾ ഏറ്റവും മനസ്സിലെപ്പോഴും ഒരു ചെറു പുഞ്ചിരി മനസ്സിൽ വരും, അത്തരം ഒരു അനുഭവം. അതിപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ട്യൂട്ടോറിയൽ സിസ്റ്റം ഫലപ്രദമായിട്ട് സക്സസ്ഫുള്ളി നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാനൊരു ട്യൂട്ടറായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ട്യൂട്ടറായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മളുണ്ടാക്കിയൊരു കോൺസെപ്റ്റാണ് ബാക്ക് ടു ഹോം, BTH. ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ചില കുട്ടികൾക്ക് എന്തെല്ലോ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഉപ്പ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വീടുകളിൽ അവരെ കല്യാണത്തിൽ പോകുക എന്നുള്ളത് ബാക്ക് ടു ഹോമാണ്. അത് വല്ലാതെ അനുഭവം. ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ നാട്ടിൻപുറങ്ങളിലേക്ക് നമ്മൾ പോവുക, ഞാനും കുട്ടികളും ചില അധ്യാപകരും കൂടിയിട്ട് ബാക്ക് ടു ഹോം. അതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓർമ്മ, ആളെ ഒന്നും പറയാതെ ചുഴലിയിൽ നമ്മളൊരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ കല്യാണത്തിൽ പോയപ്പോയിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള അനുഭവമാണ്. അവർക്കുള്ള നമ്മളൊരു രക്ഷിതാക്കളെ നില അവർ കാണുക, നമ്മളവിടെ പോകുന്നത് വേറെ ഒന്നുമല്ല, കല്യാണത്തിന് പോവുക, പങ്കെടുക്കുക, എന്നിട്ട് അവരോട് ഭക്ഷണം കഴിക്കുക, തമാശകൾ പറയുക, തിരിച്ചു വരിക എന്നുള്ളത് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവർ നല്ലൊരു അംബ്രലയിൽ സുരക്ഷിതത്തിൽ നിൽക്കുന്നുള്ള ബോധ്യം ആ കുട്ടികൾ നമ്മൾ ഈ വലയം തീർക്കുമ്പോൾ ഈ ചുറ്റും നിന്ന് കൊടുക്കുമ്പോൾ. ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നല്ല നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലുടനീളം. നല്ല കാര്യരുമ്പിന്റെ കരുത്തുള്ള പ്രണയങ്ങളായിരുന്നു. അങ്ങനെ ഒരു പ്രണയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഓർമ്മ പറയണമല്ലോ, കാരണം ഇതെല്ലാം പ്രേക്ഷകർ അറിയണമല്ലോ. വീട്ടിൽ പോയാൽ കുടുംബകാരെ കൊണ്ടാകും. യഥാർത്ഥത്തിൽ സർസേത് കോളേജിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. സജീവമായിട്ട് നമ്മൾ ഫ്രണ്ട് ലൈനിൽ നിൽക്കുകയല്ലേ, എല്ലാ സമരത്തിലും അവരുടെ പ്രണയം സത്യത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറയാം, അല്ല അത് നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല വേണമെന്ന് പറയാം.
ബന്ധമാണ്. പക്ഷെ ബ്രണ്ണനിൽ പോയപ്പോഴാണ് ഈ പറയുന്ന നല്ലൊരു പശ്ചാത്തലമല്ലേ ബ്രണ്ണൻ എന്ന് പറയുമ്പോൾ പറയണ്ടല്ലോ, അതൊരു നൊസ്റ്റാൾജിക്. അത് എൻ പ്രഭാകരൻ ഉൾപ്പെടെ പ്രേമിച്ചത് ആ കാലഘട്ടത്തിലാണ്. അവിടെ എല്ലാവർക്കും എല്ലാവർക്കും പ്രണയമുള്ള കാലമാണ്. അതെ അതെ. ആ പ്രണയം എത്ര കാലം നീണ്ടു നിന്നു? അത് പഠനം അത്രേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് നല്ല രസകരമായിട്ട് കൊണ്ടുപോയി? അവരിപ്പോ ഇവിടെ ഉണ്ട്, കോണ്ടാക്ട് ഉണ്ടോ? അതിലേക്ക് പോകണ്ട അഭിപ്രായം. കുടുംബകലം ഉണ്ടാക്കണം. നല്ല പ്രണയമായിരുന്നു. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എന്നതിൽ കാണാൻ വേണ്ടി കഴിയും. രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. നല്ല അനുഭവമാണ്. നല്ല ഒരു കേട്ടിരിക്കാം നമുക്ക് പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ്റെ ജീവിതം. ഒരു ചോദ്യം, എപ്പോഴാണ് MVR എന്ന ഈ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ഒരു പരിചയം വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഓർമ്മകൾ നോക്കിയാൽ എനിക്ക് തോന്നി 68-69 MVR നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നുണ്ട്. പിന്നീട് നേരിട്ട് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ DBA ഒക്കെ പഠിക്കുന്ന ഘട്ടത്തിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അല്ലല്ല, DBA കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അതെ, അവിടെ പോയപ്പോൾ പിന്നെ താമസിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ളത് ഒരു പാർട്ടി കത്ത് വാങ്ങിയിട്ട് ഞാൻ അവിടെ പോയി MLA ക്വാർട്ടേഴ്സ് പോയി അവിടെ കൊടുത്തു. ഞാൻ വന്നിട്ട് അവിടെ പിന്നെ തിരുവനന്തപുരത്ത് പേട്ട അവിടെയാണ് താമസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഹോട്ടലിൽ പോയി താമസിച്ചു. പക്ഷേ എനിക്ക് പിന്നെ MVRനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, MVRന് എനിക്കും കഴിഞ്ഞില്ല. അപ്പോൾ താമസിച്ചിട്ട് അവിടെ പോയി പിന്നെ ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഹോട്ടലുകാരൻ പറയുന്നത്, ഇങ്ങനെ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് MV രാഘവൻ MLA ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് ഒരു കെയർ എന്ന് പറയുന്നതാണ്. ഒരു വിളിക്കാൻ നോക്കി, എന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ അതാണ് ഫസ്റ്റ് ഒരു ഇൻറ്റിമസി എന്ന നിലയിൽ. പിന്നെ പാപ്പനശ്ശേരി അന്നേരം ഇടയ്ക്ക് പോകാറുണ്ട്. 74 ശേഷം അടിയന്തരാശ ശേഷം MA പഠിച്ചു കഴിഞ്ഞ് DBA കഴിഞ്ഞ് അവിടെ പോകാറുണ്ട്. പാപ്പനശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശമല്ലേ. അപ്പോൾ MVRനൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്താ തീപ്പരി മാത്രമല്ല, ഓർമ്മ എന്ന് പറയുന്നത് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുമല്ലോ. അതെ അതെ. പിന്നെ സംസാരം പോലും അത് നമുക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. അത് വല്ലാതൊരു DNA തന്നെയാണ് MVR എന്ന് പറയുന്നത്. 80-ലാണ് പിന്നെ കല്യാണം കഴിഞ്ഞത്. എങ്ങനെ MVRന്റെ മകളിലേക്ക് എത്തുന്നു? എങ്ങനെയാണ് ആ വിവാഹാലോചന? സാധാരണ ഒരു വിവാഹം അച്ഛൻ തന്നെയാണ് വീട്ടിൽ പാപ്പശ്ശേരി പോയിട്ട് പിന്നെ ഗിരിജനെ കണ്ടു. അപ്പോൾ MVR ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അച്ഛനും MVR തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. നല്ല സൗഹൃദം. അങ്ങനെയാണ് സുഹൃത്തിനോട് മകന് വേണ്ടി മകളെ ചോദിക്കുന്നത്. അതെ. ഏത് ഇയറിലായിരുന്നു കല്യാണം? 80. കാരണം 74-75 കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയിൽ MVR നീക്കാൻ താമസിച്ച പ്രദേശം കൂടാണ്. ഓ, നിങ്ങളുടെ നാട്ടിലാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. അപ്പോൾ MVRനെ കുറിച്ച് അച്ഛൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ പെണ്ണന്വേഷിക്കാൻ പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ പിന്നെ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനമായി. കല്യാണം എവിടെ വെച്ചായിരുന്നു? പിന്നെ ചേംബർ ഓഫ് കോമേഴ്സ് വെച്ചിട്ടായിരുന്നു, കണ്ണൂർ വെച്ചിട്ട്. എന്നിട്ട് അമ്മായിയപ്പൻ്റെ അടുത്തേക്കുള്ള ആദ്യത്തെ അമ്മായിയപ്പനായിട്ടുള്ള പിന്നുള്ള സൗഹൃദം എങ്ങനെയുണ്ടായിരുന്നു? അത് പിന്നെ MVR എന്ന് പറയുമ്പോൾ പക്ഷെ അത് നമ്മൾ പുറത്ത് തോന്നുന്നതാണ്. അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ MVRന്റെ ആളാ, അല്ലെങ്കിൽ നമ്മുടെ ആസ്തിയായിട്ട് മാറുകയാണ് MVR. അല്ല, ഈ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നിലക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും ആ ചോദ്യങ്ങൾക്ക് അറുത്ത് മുറിച്ച് തൂക്കി മറുപടി പറയുന്ന ഒരു MVRനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും പ്രസംഗിക്കുമ്പോൾ മെല്ലെ മെല്ലെ ചോദ്യോത്തരായിട്ട് പ്രസംഗം കയറി വരിക എന്നൊഴിച്ചാൽ പത്രസമ്മേളനങ്ങളിലൊക്കെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അദ്ദേഹം മറുപടി പറയുക. അദ്ദേഹത്തോട് അടുക്കാൻ ആളുകൾ സത്യത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം താങ്കളോട് വന്ന് ചെവിയിൽ പറയുന്നത് പോലെ വളരെ ശബ്ദം കുറച്ചിട്ടാണ് അദ്ദേഹത്തോട് ആളുകൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. MV രാഘവൻ വീട്ടിലെങ്ങനെയായിരുന്നു? വീട്ടിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് വരുന്നത്. അതാണ് അതിന് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. പൊതുരംഗത്ത് പിന്നെ പ്രസംഗവേദിയിൽ ഈ തീപ്പൊരി സിംഹം എന്നൊക്കെ പറയുന്ന ആള് വീട്ടിൽ വളരെ സാധാരണതയിൽ മനുഷ്യനായിട്ടാണ് നമുക്ക് പെരുമാറുക. വളരെ സ്നേഹസമ്പന്നനാണ്. എന്ത് കാര്യം നിങ്ങൾക്ക് MVRന്റെ അടുത്ത് പറയാം, മക്കൾക്ക് പറയാം, എൻ്റെ മക്കൾക്ക് പറയാം. എല്ലാവർക്കും വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുഖത്ത് നോക്കി അടുത്തിരുന്ന് പറയാൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. MVR ഈ കമ്മ്യൂണിസ്റ്റ് CMB രൂപീകരിച്ചപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ
ഇന്നും നമ്മുടെ മനസ്സിലിങ്ങനെ എൻ്റെയൊക്കെ മനസ്സിൽ അത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ആ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. താങ്കളെ അതെങ്ങനെയാണ് സ്വാധീനിച്ചത് ആ കാലഘട്ടം? ഓർമ്മയുണ്ടല്ലോ ഈ നിങ്ങൾക്കറിയാലോ 86, 87 പുതിയ തലമുറക്ക് അതറിയില്ല. ഈ പറയുന്ന സ്നേക്ക് പാർക്കിലെ ജീവികളെയൊക്കെ കൊന്നിട്ട് ഈ നിങ്ങൾ അവസാനം എനിക്കിന്നും ആ ഒരു ചിത്രം ഓർമ്മയുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ മുതലയെ കെട്ടി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടി വെച്ച ചിത്രം വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കാലഘട്ടം എങ്ങനെയാണ് ഓർക്കുന്നത്? അതിനെക്കുറിച്ച് MVR പറഞ്ഞു, ഈ അതെല്ലാം മറന്നു കളന്നാണ്. എന്നാൽ ആ സമയത്ത് താങ്കൾ അനുഭവിച്ചൊരു അന്നേരം MVRന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം കൂടെ തന്നെ വ്യക്തിപരമായി താങ്കൾ ആക്രമിക്കപ്പെട്ടായിരുന്നു ആ സമയത്ത്? അതെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ പിന്നെ തെങ്ങ് മറ്റേ കവുങ്ങ് അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും അമ്മയും കൂടി ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നിന്ന് മാറി കണ്ണൂർ വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ സംഘർഷത്തിന് ഉണ്ടാകുന്ന എനിക്ക് അത് നൽകിയ മാനസിക ആഘാതം. കാരണം MVRന് ഓർമ്മയുണ്ടാവും AKG ഹോസ്പിറ്റൽ തെരഞ്ഞെടുപ്പിന് കഴുത്തിൽ മാലയണിയിച്ച് അതൊക്കെ എങ്ങനെയാണ് അന്നേരം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളൊക്കെ അനുഭവിച്ചൊരു സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു? സത്യത്തിൽ അതിലൊരു ഒഴുക്ക് എന്നതിൽ ഇപ്പം കാണാൻ വേണ്ടി കഴിയും. ഒരു ഒഴുക്കായിരുന്നു 86, 87 മുതൽ MVR മരിക്കുന്നതുവരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് വല്ലാതൊരു ഒഴുക്ക്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ തന്നെ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ഓർമ്മയിൽ? ഒരിക്കലുമില്ല. ആ MVRന്റെ ഒരു ജന്മം എന്ന് പറയുന്ന ആത്മകഥ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പലപ്പോഴും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 5-6 സിനിമ എടുക്കാൻ പറ്റുന്ന ഇൻപുട്സ്, അനുഭവങ്ങൾ ആ ഒരു ജന്മം എന്ന് പറയുന്ന ആത്മകഥയിലുണ്ട്. ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഓർമ്മയില്ലേ? ഹെലികോപ്റ്ററിൽ കരുണാകരൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയിട്ടില്ല, ഞങ്ങളുടെയൊക്കെ സീനിയർ റിപ്പോർട്ടേഴ്സാണ് പോയത്. DYFIക്കാർ വളയുന്നു, ഹെലികോപ്റ്ററിൽ കരുണാകരൻ വരുന്നു, ഈ പരിയാരം എന്ന സ്ഥാപനം ഉണ്ടാകുന്നു. ആ ഒരു പരിയാരത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? അതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിപ്പം എനിക്ക് അറിയാം, നിങ്ങൾക്കും അറിയാം. അതിപ്പോ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് MVRന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാസികയിൽ 2 ആളെക്കുറിച്ച് എഡിറ്റോറിയൽ പരാമർശിച്ചിട്ടുണ്ട്. ദി സ്റ്റോമി പെറ്റൽസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഒന്നത് MVR ആണ്, മറ്റൊന്ന് PC ചാക്കോ ആണ്. ഇന്ത്യൻ രാഷ്ട്രീയ ദി സ്റ്റോമി പെറ്റൽസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതന്ന് കുറെ കാലം ഞാൻ കൊണ്ടുവരുന്നു. പിന്നെ അത് പരിയാരം മെഡിക്കൽ കോളേജ് ശരിക്കൊരു സ്വകാര്യ സ്വത്ത് പോലെയാണ് ഫോം ചെയ്തതെന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ വ്യാപകമായി കേട്ടിരുന്നത്. എന്താണ് അതിൻ്റെ ഓർമ്മകൾ? അത് സത്യത്തിൽ ശരിയല്ല. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ സ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണോ കാര്യങ്ങൾ നടന്നത്, ചാരിറ്റി സൊസൈറ്റി എന്നതിൽ വേറെ ചാരിറ്റി സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിനർജി ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അതിന് സമാനമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റ് ലോകത്ത് തേടി ഒരു സ്ഥാപനം പിന്നെ ഉണ്ടായിട്ടില്ല. ഈ MVR പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ നമ്മുടെ മുൻ സഹകാരിയായിരുന്ന നാരായണൻ, അദ്ദേഹവുമായിട്ടൊരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടായിരുന്നു, അറിയോ? ഓർമ്മയുണ്ടോ? അപ്പോൾ തലശ്ശേരിയിൽ നാരായണൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് MV രാഘവനെ കൊണ്ടുവരുന്നത് പാർട്ടിയിൽ ഭയങ്കര ചർച്ചയായ ഒരു സംഭവമാണ്. ചൂല് കെട്ടിത്തൂക്കി ഞങ്ങൾ MVRനെ എതിരേൽക്കും എന്ന് അവിടുത്തെ പാർട്ടി പ്രഖ്യാപിച്ച് അവിടുത്തെ പാർട്ടി അണികൾ നിന്നൊരു കാലം. എങ്ങനെയാണ് നാരായണ സഹകരണ രംഗത്തെ, ഇപ്പം നിങ്ങളും സഹകരണ പ്രസ്ഥാനമാണ്, ഇവരൊക്കെ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം എങ്ങനെയാണ്? എനിക്കൊക്കെ അത് സത്യത്തിൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും പിന്നെ ഡൗൺ ടു എർത്തായിട്ടുള്ള നാരായണനൊക്കെ തന്നെ എങ്ങനെയാണ് ഇത്തരം വലിയ സംരംഭങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചതെന്നുള്ളത് അതൊരു കമ്മിറ്റ്മെൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ് റിപ്കോയിലെ തലശ്ശേരി സഹകരണ ആശുപത്രി, തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം ഉണ്ടാക്കി, പിന്നെ നമ്മളെ നെയ്യാർ ഡാമിനടുത്ത് MBA കോളേജ് തുടങ്ങി. സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനായിരിക്കുമ്പോൾ കേരളത്തിലുടനീളം MVRനെ കാണാൻ വേണ്ടിയിട്ട് നാരായണൻ വരാറുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ ആ വ്യക്തിബന്ധം നന്നായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പരസ്പരം പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് കേൾക്കാറുണ്ട്. ഈ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് MV രാഘവൻ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്. അതെ അതിപ്പോ ഞാൻ ഇന്നത്തെ ഈ സമ്മർ ക്യാമ്പിൽ ഞാൻ പറഞ്ഞു. അതിപ്പോ 60കളിലാണ് MVR ഇത് തുടങ്ങിയത്. പാപ്പനശ്ശേരി വിശ്വചികിത്സാ കേന്ദ്രം തുടങ്ങാനുള്ള ഒരു കാരണം, അന്ന് നമുക്കറിയാലോ അച്ഛനുള്ള വയസ്സ് എത്രയാ, 34-35 വയസ്സേ ഉള്ളൂ.
നമുക്കറിയാമല്ലോ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ MVRന്റെ വയസ്സ് എനിക്ക് തോന്നുന്നു 34-35 ആണ്. ആലോചിക്കാൻ പറ്റാത്ത. അപ്പോൾ പാപ്പശ്ശേരി വിഷയസംഘം തുടങ്ങാൻ ഒരു കാരണം പൊക്കൻ മാഷ് അച്ഛൻ്റെ ആത്മസുഹൃത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ എന്നാൽ പിന്നെ കേരളത്തിൽ കണ്ണൂർ ആരും പാമ്പ് കടിയേറ്റ് മരിക്കരുത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് 2 ബെഞ്ചും ഒരു ചെറിയൊരു റൂമുമായിട്ടാണ് സംഘടിപ്പിച്ചിട്ട് ഈ പാപ്പശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു MVR അന്നേരം, CP കുമാരൻ വൈദ്യർ, അങ്ങനെയിട്ടുള്ള അമ്പുവാട്ടൻ, പിന്നീട് നമ്മളെ MK ഉമ്മറുകോയ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PM ഗോപാലൻ, CP ദാമോദരൻ, അവരൊക്കെ കൂടിയാണ് ഇതിൻ്റെ പ്രാരംഭ ഈ സ്ഥാപനങ്ങൾ നടന്നത്. ഉമ്മറുകോയുടെ പേരിൽ നമുക്കൊരു ഇതാണ് ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇവിടെ ഉണ്ടാക്കിയ MK ഉമ്മറുകോയുടെ കാരണം MVRന്റെ കൂടി ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ വിഷയചികിത്സാ കേന്ദ്രം തുടങ്ങി. ഒരു സുഹൃത്തിന്റെ പേരിൽ ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങി. ഇപ്പൊ ഞങ്ങളിത് മെഡിക്കൽ കോളേജ് ആയപ്പോ ടീച്ചിങ് ഹോസ്പിറ്റലാക്കി മാറ്റി. ഈ നമ്മുടെ ഈ സ്നേക്ക് പാർക്ക് ഒരു പാർക്ക് രൂപത്തിലൊക്കെ വരാനുള്ള ഒരു സാഹചര്യം അതാണ് ഇപ്പോൾ. അന്ന് നമുക്കറിയാലോ, അവിടെ പാമ്പ് കടിയേറ്റിട്ട് ആളുകൾ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒന്നിൽ പാമ്പിനെ കൊന്നിട്ട് കൊണ്ടുവരും, അല്ല ജീവനോട് കൊണ്ടുവരും. രാത്രി കാലഘട്ടങ്ങളിലല്ലേ പാമ്പ് കടിയേറ്റ ആളും ജീപ്പും പാമ്പിനെ പിടിച്ചിട്ട് ഒരു പാത്രത്തിലായി കൊണ്ടുവരും. അപ്പോൾ ജീവനുള്ള പാമ്പിന് സംരക്ഷിക്കാൻ സ്ഥലം വേണ്ടേ എന്ന് അവനെ തുടങ്ങിക്കളയാൻ തീരുമാനിച്ചു. അത് നിയമവിധേയമല്ല, നിയമവിരുദ്ധാണ്. നിങ്ങൾക്കറിയാലോ, പാമ്പിനെയോ വന്യജീവികളെ തൊടാനോ പിടിക്കാനോ സംരക്ഷിക്കാനോ പാടില്ല 1972 ആക്ട് പ്രകാരം തന്നെ. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ സ്നേക്ക് പാർക്ക്. അതിന് അംഗീകാരം കിട്ടുന്ന നിങ്ങൾക്ക് അറിയാലോ, അംഗീകാരം കിട്ടി 2012 മാത്രമാണ്. അതുവരെ ഇത് നടന്നു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങളത് പ്രസ്ഥാനം നടത്തിയത്. ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് താങ്കൾ ഏത് കാലഘട്ടത്തിലാണ് കടന്നു വരുന്നത്? 2001 മുതൽ ഇത് വേണം പറയാം. അന്ന് ഇതിന്റെ അവസ്ഥ ഈ MVR ആയുർവേദ ഹോസ്പിറ്റലിന്റെയും സാധാരണ ഹോസ്പിറ്റൽ തൊട്ടപ്പുറത്ത് സ്നേക്ക് പാർക്ക്, പിന്നെ ഇത് മെഡിക്കൽ കോളേജായി ഉയരാനുള്ള സാഹചര്യം. ഇപ്പം നമുക്കറിയാമല്ലോ, AK ആന്റണി മിനിസ്ട്രിയിൽ MVR മന്ത്രിയായിരുന്നു. അപ്പോൾ സ്വാശ്രയ മേഖലയിൽ 50-50 വെച്ചിട്ട് ആ റേഷ്യോ വെച്ചിട്ട് കേരളത്തിലുടനീളം മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ ഹോസ്പിറ്റലൊക്കെ തുടങ്ങാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഇവിടെ തുടങ്ങാൻ MVR തീരുമാനിച്ചു. അപ്പോൾ അന്നേരം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എത്ര ഞങ്ങൾ ഏകദേശം 1000-ഓളം ഡോക്ടർമാർ ഈ സ്ഥാപനം സംഭാവന ഇപ്പം 10 ഏക്കറാണ് എല്ലാം കൂടെ. 5 ഏക്കറേ കൊണ്ടു. ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയാണ്? ഇപ്പം 45ഓളം അധ്യാപകർ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 10ഓളം ഡോക്ടറേറ്റുള്ള PG ഡോക്ടർമാർ ഇവിടെയുണ്ട്. എത്ര പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം? ഇപ്പൊ 150ഓളം ആളുകൾ നമുക്ക് കിടത്തി ചികിത്സിക്കാൻ പറ്റും. ജനറൽ വാർഡ് അടക്കം റൂമുകൾ ഉൾപ്പെടെ. ഈ പുതിയ ആയുർവേദത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി മനുഷ്യർ ഇതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ സൗകര്യപ്രദമായ റൂമുകളും സൗകര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ ECHS ആൻഡ് GCHS കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ് മിലിറ്ററി അവർക്ക് കൊടുക്കാം, കേന്ദ്ര ജീവനക്കാർക്കും സൗജന്യമായിട്ട് ചികിത്സിച്ചിട്ട് പോകാം, പണം ഗവൺമെന്റ് തരും. ആ രീതിയിലേക്കുള്ള സ്കീമുകളൊക്കെ നമുക്ക് ഇപ്പൊ വന്നു. നിങ്ങൾ കൊണ്ടു നടക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ അലോപ്പതിയിലേക്ക് വരുന്നത്? MVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പാപ്പശ്ശേരി വിശ്വസാ കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ്, അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി നടത്തിയിട്ടുള്ള ലോകത്തിലെ ഏക സ്ഥാപനം പാപ്പശ്ശേരി വിശ്വസാ കേന്ദ്രമാണ്. അതൊരു ഗവേഷണ കേന്ദ്രമാക്കി ഇപ്പം മാറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സെൻറ്റർ ഓഫ് എക്സലൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചു. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അപേക്ഷ കൊടുക്കുക. സെൻറ്റർ ഓഫ് എക്സലൻസ്. അലോപ്പതിയും ആയുർവേദവും എപ്പോഴും 2 ധ്രുവങ്ങളിലാണ് ഡോക്ടേഴ്സ്. ഹോമിയോപ്പതി ഒരു സൈഡിൽ, ഹോമിയോപ്പതിക്കാർക്ക് അലോപ്പതിക്കാരെ കണ്ടുകൂടാ. അലോപ്പതിയെയും ഹോമിയോയെയും ഈ അലോപ്പതിക്ക് ഹോമിയോയും ആയുർവേദത്തെ കണ്ടുകൂടാന്നുള്ള ചുരുക്കി കാണണ്ട. അത് ശരിക്കും അത് ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്, ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാക്കിയാൽ മതി. ആ പ്രശ്നം അവിടെ തീരും. മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ്? തീർച്ചയായിട്ടും പോകാൻ പറ്റും. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ഗവേഷണം. ഇപ്പം ഞങ്ങൾ ഈ ആയുർവേദ മെഡിക്കൽ കോളേജ് തന്നെ ഇപ്പം ആരോഗ്യ സർവകലാശാലയുടെ ഗവേഷണ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. UPയിലെ ഗിയാൽ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു IT മിഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്
കേന്ദ്രമാക്കിയിട്ട് ഈ കോളേജിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത്രയേറെ അംഗീകാരങ്ങൾ ഈ കാലങ്ങളിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെയുള്ളത്? എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഒന്ന് നമുക്കറിയാമല്ലോ, അത് ബക്കളത്താണ്. ആയുർവേദം പഠിക്കുന്ന കുട്ടികൾക്ക് അലോപ്പതിയിൽ ആവശ്യമായിട്ടുള്ള പിന്നെ സർജറി, ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് പഠിക്കേണ്ടതുണ്ട്. എല്ലാ ആയുർവേദമാണ് ശരിക്കും സർജറിയുടെ വരെ തുടക്കം. ആയുർവേദമാണ് സർജറിയുടെ വരെ തുടക്കം. അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. നിങ്ങൾ ആയുർവേദത്തെ കൊണ്ടുപോയി അലോപ്പതിയുടെ കാലിൽ കെട്ടി അവിടെ സർജറി പഠിപ്പിക്കുകയാണ്? അല്ലല്ല, കുട്ടികൾക്ക് അതിന് പ്രാഥമിക അതല്ല ചെയ്യുന്നത്. അല്ലല്ല ഇപ്പം ചെയ്യുന്നത്, ഇപ്പം നമ്മളെ കുട്ടികൾ സർജറി പഠിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം പിന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറ്റ് സ്റ്റേറ്റിലും മറ്റ് മോഡേൺ ഹോസ്പിറ്റലുമാണ്. അപ്പോൾ നമുക്ക് തന്നെ അവിടെ എത്ര ബെഡ് 50 ബെഡ് ഹോസ്പിറ്റൽ. എന്തൊക്കെ സ്പെഷ്യാലിറ്റികളാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തോപീഡിക്സിൽ സർജറി നടത്തി. 2 പിന്നെ കാൽമുട്ടുകളും ഒരേ സമയം സർജറി നടത്തി സക്സസ് ആയിട്ട് 7 ദിവസം കൊണ്ട് ആ പേഷ്യൻ്റ് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അതും ചുരുങ്ങിയ ചെലവ്. 70 വയസ്സുള്ള പേഷ്യൻ്റ്, അതും ചുരുങ്ങിയ ചെലവിൽ. ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. മറ്റു ഹോസ്പിറ്റലിൽ പോയാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി കൊടുക്കണം. ആദ്യമായിട്ടാണ് ബയലാറ്ററൽ ആയിട്ടുള്ള പിന്നെ ഈ നീ റീപ്ലേസ്മെന്റ്. നമ്മൾ ഈ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്കുള്ള ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്? എങ്ങനെയാണ് മനസ്സിൽ ശരിക്കും നമ്മൾ ഇതൊരു പാരഡൈം ഷിഫ്റ്റ് ആവശ്യമുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 2-3 വർഷത്തെ നോക്കിയാൽ ആയുർവേദം പഠിക്കാൻ കുട്ടികൾ വരുന്നില്ല എന്നുള്ളൊരു ഒരു അവസ്ഥയുണ്ട്. അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ആലോചിച്ചത് പാരഡൈം ഷിഫ്റ്റാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക. അതിനാണ് നമ്മളതൊരു ഇൻക്യുബേഷൻ സെൻറ്റർ എന്നതിൽ രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്യുബേഷൻ സെൻറ്റർ ഏത് മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണം ആരംഭിക്കുക. കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞത് BAMS പഠിക്കുന്ന കൂടെ തന്നെ നിങ്ങളൊരു ആഡ് ഓൺ കോഴ്സും കൂടി പഠിക്കുക, അതിവിടെ ഉണ്ടാവും. അപ്പോൾ ആയുർവേദം കയ്യിലുണ്ട്, അലോപ്പതി കയ്യിലുണ്ട്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ലാത്ത മറ്റ് ജീവജാലങ്ങളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. മണ്ണും കൃഷിയും തമ്മിലുള്ള താങ്കളുടെ ബന്ധം അതിനാണ്. അപ്പോൾ MBR ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചൊരു സ്കീമായിരുന്നു. പിന്നെ ഈ ഹെർബൽ പിന്നെ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക, കൃഷിക്കാരെ കൊണ്ട് നട്ടുപിടിപ്പിക്കുക. അവരെ പിന്നെ ഒഴിവുള്ള പ്രദേശങ്ങളിൽ വയലുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വാങ്ങുക എന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഇല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റും അതിൻ്റെ കൂടെ ഹെർബൽ ഗാർഡനും കൂടെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ തരിശുള്ള വയലുകളിലും പ്രദേശങ്ങളിലും കൃഷി നടുക. നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട് തരിശു ഭൂമി നേരിട്ട് അവിടെ തന്നെ വിളവെടുത്തിട്ട് ആ വിളവ് കൊണ്ടുള്ള പിന്നെ വിഭവങ്ങളാണ് നമ്മുടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഭക്ഷണമായി കൊടുക്കുന്നത്. പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുക. പിന്നെ മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് പല ബോഡികളിലുമൊക്കെ താങ്കൾ ഇരുന്നിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു എന്ന് പറയാം? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിൻഡിക്കേറ്റ് കണ്ണൂർ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പിന്നെ ഔഷധ സസ്യ ബോർഡ് ഉണ്ടായിരുന്നല്ലോ, ആ ബോർഡിൽ ഇപ്പം എൻ്റെ കമ്മിറ്റി മെമ്പറാണ്. പിന്നെയുള്ളത് ഈ പറയുന്ന സെൻട്രൽ സൂ അതോറിറ്റിയുടെ വ്യത്യസ്ത വർക്ക്ഷോപ്പുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. സെൻട്രൽ സൂ അതോറിറ്റിയാണല്ലോ ഇതിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ. അതുപോലെ തന്നെ പിന്നെ ആയുഷ് NCISM അവർ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകൾ, ഇൻ്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറയാൻ വിട്ടുപോയത്, ആയുർവേദ മേഖലയിൽ ആദ്യമായിട്ട് പാരാമെഡിക്കൽ കോഴ്സ് അതിൽ BSc നഴ്സിംഗ് ആയുർവേദം ആരംഭിച്ചത് ഈ കോളേജിലാണ്. ഈ 2002 മുതൽ 2000 ഇപ്പം 6-7 പിന്നെ 7 ബാച്ചുകൾ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. BSc നഴ്സിംഗ് ആയുർവേദം. അതിന്റെ ഒരു ജോലി സാധ്യത അതെങ്ങനെയാണ് കാണുന്നത്? ആശുപത്രി ആവശ്യമുണ്ട്, എല്ലാ മെഡിക്കൽ. ഞങ്ങൾ പറഞ്ഞത് പിന്നെ കുട്ടികളോട് പറഞ്ഞത്, ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ എന്താ, രോഗി ആവശ്യമുണ്ട്, മരുന്ന് ആവശ്യമുണ്ട്, ഡോക്ടർ ആവശ്യമുണ്ട്, പരിചാരിക ആവശ്യമുണ്ട്. പരിചാരിക വെച്ചാൽ നഴ്സിംഗ് ആണ്. അപ്പോൾ ഈ 4 സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇതിനെ ഞങ്ങൾ മാറ്റിയെടുത്തത്. ആയുർവേദത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാവി എങ്ങനെ കാണുന്നു? കാരണം അലോപ്പതി ഓരോ ദിവസവും പുതിയ റിസർച്ചുകളിലൂടെ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് പ്രൊഫസർ കുഞ്ഞിരാമൻ്റെ കാഴ്ചപ്പാടുന്നതാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ, ആയുർവേദത്തിന് നല്ല സാധ്യതകൾ
ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് അപ്പുറമുണ്ട്. അത് ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ചില നിയന്ത്രണങ്ങൾ രാജ്യങ്ങളിലുണ്ട്. ഇത് ഇവിടുത്തെ ആയുർവേദ മരുന്നുകൾ അതേ രീതിയിൽ അവിടെ വിൽക്കാൻ കഴിയില്ല. അത് പിടിക്കുന്നുണ്ട്, ആ ബുദ്ധിമുട്ടുണ്ട്, എവിടെ കൊണ്ടുപോകും. പക്ഷെ അതിലിപ്പോൾ നമുക്കറിയാം, ഈ ഞാൻ മനസ്സിലാക്കുന്നത് അലോപ്പതി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കണ്ടൻസ് ഏത് മരുന്നെടുത്ത് നോക്കിയാലും അതിനകത്ത് 90% കണ്ടൻസ് ഈ പറയുന്ന ആയുർവേദ ചേരുവകളാണ്. ഔഷധ സസ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അലോപ്പതി മരുന്നുകൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നതാണ്. അതിന് വിദഗ്ധർ പറയുന്നത്, ഞാനൊരു വിദഗ്ധരല്ല. അല്ല, നമുക്കൊരു അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ആയുർവേദം പോകുന്നതിന് എപ്പോഴും പരിമിതിയാണ്. ഈ പറയുന്ന പ്രശ്നം തന്നെയാണ്. ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മരുന്നുമായി ഒരാൾക്ക് വിദേശത്തേക്ക് പോകാൻ നോക്കുക. യൂറോപ്പിലൊന്നും ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. പിന്നെ അറബ് കൺട്രീസിൽ കുറച്ചെല്ലാം നമുക്ക് കൊണ്ടുപോകാം. മലയാളികൾ കൂടുതൽ പോകുന്നുണ്ട്. ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി ഫലപ്രദമായിട്ടുള്ള ശ്രമം ഈ നാഷണൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകണമെന്ന അഭിപ്രായക്കാരൻ. ഇനി നമുക്ക് താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ, ഗിരിജ താങ്കൾ ദമ്പതികൾക്ക് എത്ര മക്കളാണ്? ഇപ്പോൾ ഗിരിജ ഇപ്പം കണ്ണൂർ അർബൻ ബാങ്ക് അവിടുന്ന് മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പം പാപ്പനശ്ശേരി വിശ്വസാ കേന്ദ്രത്തിൻ്റെ ചുമതല കൂടിയുണ്ട്. 2 ആൺമക്കൾ. കിരൺ, അവനിപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ പ്രിയങ്ക ഡെന്റിസ്റ്റാണ്. അത് ദുബായിൽ തന്നെയാണ്. മകൾ അവിനി, മകളിപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകൻ അവിനാഷ് ഗിരിജ. നികേഷ് വരാറുണ്ടോ? നികേഷ് ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? നികേഷാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, പാപ്പനശ്ശേരി വിശ്വസാ സൊസൈറ്റി ആണല്ലോ, അതിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് ഇപ്പം പാട്ടൻ രാജനാണ്, എംപിആറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സെക്രട്ടറി ഇപ്പം നികേഷാണ് എൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത്. നമ്മൾ ഒരു ടീം ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. വേറെ അളിയന്മാർ ഇപ്പം ഭാര്യയുടെ മറ്റ് സഹോദരന്മാരുണ്ട്. രാജേഷ് ഉണ്ട്. ഒരാളാണോ? 2 സഹോദരന്മാർ. അവര് എന്ത് ചെയ്യുന്നു? രാജേഷ് ഇപ്പം അഡ്വക്കേറ്റ് ആണ്, വോഡാഫോണിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഒരു സഹോദരൻ ഗിരീഷ് കുമാർ തിരുവനന്തപുരത്ത് PTI വർക്ക് ചെയ്യുന്നു. വേറെ ഈ ഗിരിജ ഒറ്റ മകളാണ്, മൂത്ത മകളാണ്. ഇപ്പം ഇത്രയും കാലത്തെ ഈ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ എല്ലാ മേഖലകളും നൽകുന്ന ഒരു പാഠം നമ്മുടെ ഇന്നത്തെ ജനറേഷന് വേണ്ടി, ഇപ്പോൾ താങ്കൾ കൈവെക്കാത്ത മേഖലകളില്ല. കടന്നു പോകുമ്പോൾ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അത്ഭുതമാണ്. ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് കൊണ്ടു കിടക്കുക, മനുഷ്യർക്കൊപ്പം മറ്റ് ജീവജാലങ്ങളെ ചേർത്ത് പിടിക്കുക, മണ്ണിനെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, എല്ലാം ഉണ്ട് കയ്യിൽ. എന്തു പറയാനുണ്ട് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ പ്രേക്ഷകരോട്? ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാർക്ക് ഉള്ള സാധ്യതകൾ അനന്തമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയാറുണ്ട്. ഞാൻ പറയട്ടെ, ആ യുവതയെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം, എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അവരെന്തുകൊണ്ട് നാട്ടിൻപുറത്തെ സാംസ്കാരിക മേഖലയിലോ വായനശാലോ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കവിടെ ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല. ആവശ്യമുള്ളത് കൊടുത്താൽ ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് വരും. എന്തായാലും നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്ന MVR എന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുരുവാണ് കേരളത്തിൻ്റെ. അത്രയേറെ ശക്തനായിരുന്നു. ആ MVR എന്ന നേതാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പറയാൻ പറ്റും? സത്യത്തിൽ MVR രാഷ്ട്രീയക്കാരനായി ഇല്ലായിരുന്നുവെങ്കിലുണ്ടല്ലോ നല്ലൊരു ടെക്നോക്രാറ്റായിട്ട് മാറുമായിരുന്നു MVR. അതിൻ്റെ തെളിവാണ് നിങ്ങൾക്കറിയാലോ, പരിയാരം മെഡിക്കൽ കോളേജ്, വിഴിഞ്ഞം. MVR കൈവെക്കാതെ മേഖലയുണ്ടോ? അതിലൊക്കെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. MVR പഠിച്ച സ്കൂൾ ഇപ്പം ഞങ്ങൾ നീട്ട് നടത്തുകയാണ്, പാപ്പനശ്ശേരി. അതാണ്, അതൊരു സെന്റിമെന്റ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. MVRൽ നിന്ന് താങ്കളിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പോയിന്റ് പറഞ്ഞ് നമുക്ക് നിർത്താം. അതിലുണ്ടല്ലോ MVRന്റെ കമ്മിറ്റ്മെൻ്റാണ്. ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അതിൻ്റെ കൂടെ നിൽക്കും. അത് നിങ്ങൾക്ക് MVRന്ന് പഠിക്കാൻ വേണ്ടി. എപ്പോഴെങ്കിലും അമ്മായിയപ്പനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഞാൻ അസുഖമായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ 1 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1 മാസം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊന്നും ആലോചിക്കാൻ വേണ്ടി കഴിയില്ല. 1 മാസം എൻ്റെ കൂടെ എൻ്റെ ബെഡിനകരി കിടന്നിട്ടുണ്ട്. 1 മാസം. മകളുടെ ഭർത്താവ്. നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയും. പിതാവിന്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കേണ്ട ഒരു മനുഷ്യൻ. അമ്മ MVRന്റെ പത്നി ജാനകി അമ്മ എന്ന് എൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയാം. അമ്മ എൻ്റെ കൂടെയായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ.
ഞാൻ അവിടെ ഏത് പിന്നെ രാത്രിയിൽ പോയാലും അമ്മ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കും. ഞാൻ വന്നാലേ അമ്മ ഭക്ഷണം കഴിക്കുള്ളൂ. രണ്ടച്ഛനും രണ്ടമ്മയും ജീവിതത്തിൽ ഭാഗ്യം കിട്ടി പൂർണ്ണമായിട്ടും. എന്തായാലും നമ്മുടെ സമയം തീരുകയാണ്. പ്രൊഫസർ ഇ കുഞ്ഞിരാമനായിട്ടുള്ള നമ്മളുടെ ഈ സഞ്ചാരത്തിൽ വലിയ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. കാരണം രാഷ്ട്രീയം എപ്പോഴും വന്നും പോയൊക്കെ ഇരിക്കും. കാരണം MVR കുറിച്ചൊക്കെ സംസാരിച്ചാൽ രാഷ്ട്രീയം പറയാൻ തന്നെ ഒത്തിരി എപ്പിസോഡുകൾ വേണം. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം വായിക്കുന്നവർ, അത് പഠിക്കുന്നവർക്ക് MVR ഇല്ലാതെ കേരളത്തിൽ ഒരു രാഷ്ട്രീയമില്ല. അത് ചരിത്രത്തിൽ ഇത്രയേറെ തീക്കനലിലൂടെ കടന്നുപോയൊരു നേതാവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഒത്തിരി പോയിട്ടില്ല. പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്ന സാമൂഹ്യ പ്രവർത്തകനെ, അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് ഞങ്ങൾ നടത്തിയത്. ഇത് ഇന്നത്തെ തലമുറയ്ക്കൊരു പാഠമാണ്. ഒരു പണിയല്ല, നമുക്ക് ഒരേ സമയം ഒത്തിരി പണികൾ എടുക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, ഒത്തിരി സംഭാവനകൾ സമൂഹത്തിന് നൽകാമെന്ന് നമ്മളെ ആര് പഠിപ്പിക്കുന്നുണ്ട്? പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു പാഠപുസ്തകമാണ്. പഠിക്കണം പുതിയ തലമുറ, പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ ഈ അധ്യായം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് നൽകിയ പ്രൊഫസർ ഇ കുഞ്ഞിരാമന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.